നമസ്കാരം, ഗുഡ് ഈവനിംഗ്. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ പൊതുജനം കഴുതിലെസ്താർ എന്ന പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ പ്രജിൻ സി കണ്ണൻ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, എല്ലാം ജനം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരും മുൻപ് ഇപ്പോൾ വരുന്ന ഒരു സങ്കട വാർത്തയിലേക്കാണ്. എറണാകുളം ഉദയംപേരൂരിൽ വഴിയരികിൽ 3 യുവ ഡോക്ടേഴ്സ് നടത്തിയ ശസ്ത്രക്രിയ വിഫലമായി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി ലിനു മരണത്തിന് കീഴടങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരും. വിപിൻ, സങ്കട വാർത്തയാണ്. നേരത്തെ തന്നെ ഈ ഉദയംപേരൂരിലെ ഈ സംഭവം അത് മാധ്യമ ശ്രദ്ധ നേടിയതാണ്. നിരവധി ആളുകൾ അതിൽ പ്രതികരണമൊക്കെ നടത്തിയതാണ്. ലിനു എന്ന ആൾ വഴിയരികിൽ അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്നു. അതുവഴി വന്ന 3 ഡോക്ടേഴ്സ് ഒരുമിച്ചിരുന്ന് അവിടെ റോഡിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തുന്നു. അങ്ങനെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിൽ തുടരവെയാണ് ഇപ്പോൾ ഈ മരണ വാർത്ത പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത് വിപിൻ? പ്രജിൻ, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ലിനുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ വലിയ അഭിമാനമായി മാറിയ 3 ഡോക്ടർമാർ ഒരുപോലെ ആ നടു റോഡിൽ ഒരു ശസ്ത്രക്രിയ വരെ നടത്തി പരിശ്രമിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ഉടൻ തന്നെ വെൽക്കർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അങ്ങനെ പ്രവേശിപ്പിച്ചതിന് ശേഷവും ഒരു ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഈ ചികിത്സ തുടരുകയായിരുന്നു. ഇപ്പോൾ ഞായറാഴ്ചയാണ് ഈ ഒരു അപകടം പറ്റുന്നത്. അതിനുശേഷം ഇപ്പോഴൊക്കെ ചികിത്സ തുടരുകയായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു ഹൃദയാഘാതം ഉണ്ടാവുകയും ജീവൻ വെടിയുകയുമായിരുന്നു. നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഞായറാഴ്ച ഒരു ബൈക്ക് അപകടം ഉണ്ടാവുകയായിരുന്നു. ഉദയംപേരൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ബൈക്ക് അപകടം ഉണ്ടാവുന്നത്. ഗുരുതരമായി ലിനുവിനെ, കൊല്ലം സ്വദേശിയാണ്, ലിനുവിനെ പരിക്കേറ്റിരുന്നു. ഈ പരിക്കിൽ തലയ്ക്കാണ് കൂടുതലായിട്ടും പരിക്കേറ്റിരുന്നത്. അപ്പോൾ ഒരു പ്രാണവായു കിട്ടാതെ പിടയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മനൂപും തോമസ് പീറ്റർ, അതുപോലെ തന്നെ ദിദിയ, ഇവരൊക്കെ അവിചാരിതമായി അവിടേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ 3 ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്ന് ഈ ലിനുവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തുകയായിരുന്നു. അവർക്ക് അപ്പോൾ കയ്യിൽ കിട്ടിയ ബ്ലേഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആ ശ്വാസഗതിയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുകയും ഉടൻ തന്നെ പിന്നീട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. അന്ന് മുതൽ തന്നെ ചികിത്സയിലായിരുന്നു. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, നമുക്ക് പിന്നീട് ആ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഡോക്ടർമാരെയൊക്കെ അഭിനന്ദിച്ച് അത്രത്തോളം ആളുകൾ രംഗത്തേക്ക് വരികയും ഒക്കെ ചെയ്തു. പക്ഷേ ആ നടുറോഡിലൊക്കെ വെച്ച് അത്രയും പരിശ്രമത്തോടെ ചെയ്തിട്ടുള്ള ആ ശസ്ത്രക്രിയ വിഫലമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രജിൻ, വിപിൻ, അതോടൊപ്പം തന്നെ അന്ന് ഡോക്ടേഴ്സ് നടത്തിയ ആ ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വിമർശനങ്ങളും അടക്കം വന്നതാണ്. പക്ഷേ അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം, ആ സമയത്ത് മറ്റൊന്നും ചെയ്യാനില്ല. അതിൽ ഈ പറയുന്നത് പോലെ മെഡിക്കൽ എത്തിക്സിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. പക്ഷേ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്തത് എന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞതുമാണ്. നമ്മളെല്ലാം അത് കണ്ടതാണ്. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ മുറിവുണ്ടാക്കി ശ്വാസം നൽകുക. അതോടൊപ്പം ആ ഡോക്ടർ പക്ഷേ ചെയ്ത മറ്റൊരു കാര്യം, അവിടെ തിരികെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ലിനുവിനൊപ്പം ആ ഡോക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന പരമാവധി ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്നുള്ളത്. പക്ഷെ അതെല്ലാം വിഫലമാകുന്നു എന്ന് പറയാം വിപിൻ, അല്ലേ? അതെ, തീർച്ചയായും. കാരണം അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു. അതിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. ഈ ബൈക്കിൽ വന്ന് അത് വാഹനത്തിനിട്ടിടിച്ച് വലിയൊരു അപകടം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രാണവായു ലഭിക്കാതെ പിടയുകയായിരുന്നു. ഒരു പക്ഷേ അപ്പോൾ അത്രയും ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ ഡോക്ടർമാരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ജീവൻ വെടിയേണ്ട അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അപകടം എന്നുള്ളതാണ് അതിൻ്റെ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ മനൂപ വഴിക്ക് പോകുമ്പോഴാണ് ഈ ഒരു അപകടം കാണുന്നത്. ഒരു ആൾക്കൂട്ടം കണ്ടുകൊണ്ടാണ് തോമസ് പീറ്ററും ദിദിയയും അവിടെ വാഹനം നിർത്തുകയും അവരും വരുന്നത്. അങ്ങനെയാണ് 3 ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടുന്ന് ആ സെക്കൻഡിൽ കൊടുക്കേണ്ട ഒരു ചികിത്സ, അത് എന്താണോ നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് അത് വെച്ചുകൊണ്ട് ആ ഡോക്ടർമാർ അത് ചെയ്തു എന്നുള്ളത് തീർത്തും അഭിനന്ദാർഹമാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിയത്. ആ അപകടത്തിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോലും എത്താത്ത രീതിയിൽ അത്രയും വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ദൃക്സാക്ഷികളൊക്കെ തന്നെ പറഞ്ഞത്. ഈ ഡോക്ടർമാരെ പിന്നീട് മറ്റു ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരും പറഞ്ഞത് ആ സമയത്ത് തന്നെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ചികിത്സ തുടർന്നു വരുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ രോഗം മൂർച്ഛിക്കുകയും ഇപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി ലിനു ആണ് മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. ഇനി പൊതുജനം മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടിയിട്ടും ഇപ്പോഴും അധികൃതർക്ക് കുലുക്കമില്ലാത്ത ഒന്നാണ് തമ്മനത്തെ
വാട്ടർ ടാങ്ക് അപകടം. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലെന്ന് ജനങ്ങൾ നിരന്തരം പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാതിരുന്ന അവസ്ഥയാണ്. 1.5 മാസം കഴിഞ്ഞിട്ടും നഷ്ടങ്ങളുടെ കണക്ക് പോലും അധികൃതർ എടുത്തിട്ടില്ല എന്നതാണ് സത്യം. തമനത്തെ ജലബോർഡ് ഒരു ഉദാഹരണമാണ്. ഇനിയും ജനവാസ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ജീർണിച്ച ജലബോംബുകളുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ഈ ഒരു അപകടം ഉണ്ടായാൽ പോലും ആൾക്കാർ അത് മനസ്സിലാക്കുന്നില്ല, അധികാരികൾ അത് തിരിച്ചറിയുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നു. ഒപ്പം അത് ദുഃഖകരവുമാണ്. നമുക്ക് റിപ്പോർട്ട് കാണാം. തലയ്ക്ക് മുമ്പിൽ പൊങ്ങി നിന്ന ഒരു ജലബോംബ് എറണാകുളം നഗരത്തിൻ്റെ ഹൃദയത്തിൽ വീണിട്ട് ദിവസങ്ങൾ ഒത്തിരിയൊന്നുമായിട്ടില്ല. അതിൽ നിന്ന് പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പള്ളുരുത്തിയിൽ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു വാട്ടർ ടാങ്ക്. 2025 നവംബർ 10 പുലർച്ചെ തമ്മനം ഭാഗത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തിയത് എറണാകുളം നഗരത്തിൻ്റെ ദാഹജലമാണ്. 1.5 ലക്ഷം കോടി ലിറ്റർ വരുന്ന ജലം. ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുമ്പ് എറണാകുളം നഗരത്തെ വെള്ളത്തിൽ മുക്കിയ വാട്ടർ ടാങ്ക് ദുരന്തമുണ്ടായത് 1.5 മാസങ്ങൾക്ക് മുമ്പാണ്. സംഭവമുണ്ടായതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. പക്ഷേ അതുകൊണ്ടൊന്നും പഠിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി. 40 വർഷത്തെ പഴക്കം മാത്രമാണ് തമ്മനത്തെ വാട്ടർ ടാങ്കിന് ജലവിഭവ വകുപ്പ് പറയുന്ന വയസ്സ്. ഒരു രാത്രി ഇരുട്ടി വെളുത്ത നേരം കൊണ്ട് ഒരു നാടിനെ പാടെ വിഴുങ്ങാൻ കഴിയുന്ന രീതിയിൽ അത്രയ്ക്ക് ദുർബലമായിട്ടാണോ ഈ നാട്ടിലെ ഭരണ സംവിധാനം കുടിവെള്ള ടാങ്കുകൾ സംരക്ഷിക്കുന്നത്? കിലോമീറ്ററുകൾ പരന്നൊഴുകിയ നാശനഷ്ടത്തിൻ്റെ കണക്ക് ഇന്നും അധികൃതർക്ക് അജ്ഞാതമാണ്. ഗേറ്റ് പോയി, മതിൽ പോയി, ഇടമതിൽ പോയി, ഷെഡ് പോയി, ഒരു കാറ്, 3 2 വീലർ, ഇൻവെർട്ടർ, പിന്നെ മോട്ടർ എല്ലാം പോയി. നഷ്ടം ഉണ്ടായിട്ടുണ്ട് നേരം. അത് മതിലൊക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് ടൈലൊക്കെ വെച്ച് നല്ലോണം കെട്ടിച്ച മതിലായിരുന്നു. ഇത് കണ്ട റോഡ് ഒന്നുങ്ങിയിട്ടും കൂടി മതിലിന് നല്ല പൊക്കമൊക്കെ ആയിട്ട് പണിതച്ചതാണ്. തമ്മനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. തലയ്ക്ക് മുകളിൽ ജലബോംബുകൾ ഇപ്പോഴുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. അതിനൊരു ഉദാഹരണമാണ് തോപ്പുംപടിയിലെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ടാങ്കും ഏതു നിമിഷവും നിലം പതിക്കാമെന്ന നിലയിലാണ്. ദ്രവിച്ച കമ്പികളും അടർന്നു വീണ കോൺക്രീറ്റ് പാളികളും ഈ നാട്ടുകാരെ ഭയപ്പെടുത്തുന്നുണ്ട്. പൊതുജനം ഒന്നാകി ഇക്കാര്യങ്ങൾ അധികൃതരെ അറിയിക്കുന്നുണ്ട് എങ്കിലും അറിഞ്ഞ ഭാവം ആർക്കുമില്ല. ഇനിയൊരു ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കണോ ഈ പൊതുജനങ്ങൾ? 1.5 കോടി ലക്ഷം ലിറ്ററിൻ്റെ വെള്ളമാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ നഗരത്തെ വിഴുങ്ങിയത്. അത് പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും തിരുത്തൽ നടപടികൾക്ക് തയ്യാറാകണം കേരള വാട്ടർ അതോറിറ്റി. ലാൽകൃഷ്ണൻ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് പ്രേക്ഷകർ കമന്റൊക്കെ അയക്കുന്നുണ്ട് അല്ലേ? ഇതാണ് എല്ലാവരും പറയുന്നത്. ഒരു അപകടം ഉണ്ടായിട്ട് വേണം അധികാരികൾക്ക് കണ്ണ് തുറക്കാൻ എന്ന് പറയുന്നു. പക്ഷേ അപകടം ഉണ്ടായ ശേഷം ഇത്തരത്തിലുള്ള അനാസ്ഥ തുടർന്നുവെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു, കഴുതകളാക്കുന്നു എന്ന പതിവ് കമന്റുകളെല്ലാം നിരവധി പ്രേക്ഷകർ നൽകുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നാണ് ഇടയാർ. എന്നാൽ ആ പ്രദേശവാസികൾക്ക് നിരന്തരം ചില പരാതികളുണ്ട്. ഇടയാർ ദ്വീപിലേക്ക് പോകാനുള്ള ഏക പാലവും മാലിന്യം നിറഞ്ഞ പാർവതി പുത്തനാറുമാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. ഈ വിഷയങ്ങൾ ആ മേഖലയ്ക്ക്, ആ നാടിനുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഈ റിപ്പോർട്ട് പറയും അതിന്റെ വിശദാംശങ്ങൾ. ഒട്ടനവധി ടൂറിസം സാധ്യതകളുള്ള സ്ഥലമാണ്. പക്ഷേ പൊളിഞ്ഞു വീഴാറായ ഈ ഇടയാർ പാലവും മാലിന്യവാഹിനിയായ പാർവതി പുത്തനാറും ആ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. 30-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ദ്വീപിലേക്കുള്ള ഏക വഴിയാണ് ഇടയാർ പാലം. വർഷങ്ങൾ പഴക്കമുള്ള പാലം പുതുക്കിപ്പണിയുക എന്നത് മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി കടന്നുപോയതാണ്. പക്ഷേ ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ഇതിലിപ്പോൾ വണ്ടിയൊന്നും കയറുന്നില്ല. ചെറിയ വണ്ടി മറ്റേ 407 വന്ന് ലോഡും കരിങ്കല്ലൊക്കെ കയറ്റി വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം കംപ്ലീറ്റ് ദ്രവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം വലിയ വണ്ടിയൊന്നും വരുന്നില്ല. ആദ്യകാലത്തുണ്ടായിരുന്ന പാലത്തിന് പകരമാണ് ഇരുമ്പു പാലം നിർമ്മിച്ചിരുന്നത്. വലിയ വാഹനങ്ങൾ വരെ കടന്നുപോകുന്ന വഴി കൂടിയായിരുന്നു. എന്നാൽ നിലവിൽ പാലം ദ്രവിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഏതു നിമിഷവും വലിയ അപകടം സംഭവിക്കാം. പ്രദേശത്തുള്ളവർക്ക് പുറം ലോകത്തേക്കെത്താൻ മറ്റൊരു മാർഗവുമില്ല. പാലാണെങ്കിൽ പൊളിഞ്ഞിരിക്കുന്നു. നമുക്ക് വീടുകൾ വയ്ക്കണമെങ്കിലും കല്ലും മണ്ണും ഒന്നും വരാൻ പറ്റുന്നില്ല. ഇവിടെ പേടി തന്നെ. വലിയ വണ്ടിയൊന്നും വരില്ല.
പിന്നെ ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്നല്ലാതെ എപ്പോഴാണ് വീഴുന്നത് പറയാൻ അറിയാൻ പറ്റില്ല. പാലത്തിന് താഴെ ഒഴുകുന്ന പാർവതി പുത്തനാറിന്റെ അവസ്ഥയും അതിലും ദയനീയമാണ്. മാലിന്യ കൂമ്പാരം പ്രദേശത്തിന്റെ മനോഹാരിത മുഴുവനായും നശിപ്പിക്കുകയാണ്. ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ നടക്കാനാവില്ല. സമീപവാസികൾക്ക് പകർച്ചവ്യാധി ഭീഷണിയുണ്ട്. ഇവിടെ വരും, ഒന്ന് കെട്ടിക്കിടക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഉള്ള പയ്യന്മാർ തന്നെ തള്ളിവിടും. തള്ളി വിട്ടാലും വീണ്ടും ഇതേപോലെ വരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാവും, പക്ഷേ ഈ ആറ്റിൻ്റെ സൈഡിൽ കിടക്കുന്നവരാണ് ഇത്രയും കുഴപ്പമുണ്ടാക്കുന്നത്. ആറ്റുതള്ള് എളുപ്പത്തിന് വേണ്ടി. ഭയങ്കര കാടും കൊതുവും കടിച്ച് കിടക്കാൻ പറ്റില്ല. വൃത്തിയായി ഈ വേസ്റ്റളി ഇവിടെ ഈ ഭാഗത്തുള്ളവരത്രയും ഇവിടെ ഇടുന്നു. വർഷങ്ങളായതുകൊണ്ട് ഇത് കുറേയൊക്കെ ഈ ഇടയ്ക്ക് മാറ്റിയതേ ഉള്ളൂ, വീണ്ടും കൊണ്ടിടുന്നതാണ്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യം കുമിഞ്ഞുകൂടാൻ തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പലതവണ ജലാശയം ശുചീകരിച്ചെങ്കിലും ശാശ്വത പരിഹാരമുണ്ടായിട്ടില്ല. പൂന്തുറയിൽ നിന്നടക്കം ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും പരിസരവാസികൾ നിക്ഷേപിക്കുന്നവയും ചേർന്ന് പാർവതി പുത്തനാർ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അപകടാവസ്ഥയിലായ പാലവും മാലിന്യ കൂമ്പാരവും ഒരു നാടിന്റെ ദയനീയാവസ്ഥയുടെ ഉത്തമ ഉദാഹരണമാണ്. എത്രയും വേഗം പരിഹാരം കാണണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ ഓരോ ഇടങ്ങളിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വർഷാവർഷങ്ങളായി നൽകിയ പരാതികൾ, അതൊന്നും അധികൃതർ കാണാത്ത സ്ഥിതി, ഇതെല്ലാം റിപ്പോർട്ടുകളായി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ കർഷകരുടെ വിഷയങ്ങൾ പ്രത്യേകമായി പറയാറുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ മാവൂരിലെ കർഷകർക്ക് തീരാദുരിതം സമ്മാനിക്കുകയാണ് കാട്ടുപന്നികൾ. കാട് മൂടിക്കിടക്കുന്ന ഗ്രാസിംഗ് ഫാക്ടറിയുടെ സ്ഥലങ്ങൾ കാട്ടുപന്നികൾ താവളമാക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് വലിയ കാരണമായി മാറിയിരിക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിന്റെ പ്രതിഷേധത്തിലും അമർഷത്തിലുമാണ് അവിടെ കർഷകർ. കൃഷി തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. റിപ്പോർട്ടിലേക്ക്. നമ്മൾ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ മാവൂരിലെ പാടത്തേതാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് കർഷകരുടെ അധ്വാനവും പണവുമെല്ലാം കാട്ടുപന്നിക്കൂട്ടം ഇല്ലാതാക്കുന്നത്. മാവൂരിലെ കാട്ടുപന്നി ശല്യം പലതവണ ചർച്ചയായതാണ്. പക്ഷേ കർഷകന്റെ കണ്ണു നിറയുകയല്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല. മാവൂര് കോട്ടേഴ്സിലാണ് പന്നീൻ്റെ ശല്യം ഇഷ്ടം പോലെ പെറ്റുപെരുകിയിട്ട് രാത്രി ഇങ്ങോട്ട് ഇറങ്ങുക. ഒന്നായിട്ട് ഇറങ്ങിയിട്ട് ഒരു വീട്ടിലേക്ക് ഒരു കൃഷി കർഷകർക്ക് തീരെ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം പോലും ഇല്ല. കംപ്ലീറ്റ് കുത്തിമറിച്ചിട്ടേക്കാം. വീട്ടിലിപ്പോൾ നമ്മളെ ചേന, ചേമ്പ്, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കേണ്ട ഗതികളിലേക്ക് വന്നത്. കവുങ്ങൊക്കെ ആണെങ്കിൽ അടി കുത്തിങ്ങോട്ട് മറിക്കാന്ന്. ഇത്തവണ കാലവർഷത്തെ അതിജീവിച്ച് നെല്ലിറക്കിയതാണ്. കതിരിട്ടു. വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇങ്ങനെ കാട്ടുപന്നികൾ ചവിട്ടി നശിപ്പിച്ചത്. കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങിയിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് പോയിട്ട് നേരം വെളുത്ത് തിരിച്ചു വരുമ്പോൾ ഒന്നും കാണാത്ത രീതിയിൽ എന്താ പറയുക, പൂട്ടി കളമാക്കിയ പാതിരി ചെയ്തിട്ടാണ് ഈ പന്നികൾ വന്നിട്ട്. ഇത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയണതല്ല. മാവൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കർഷകർ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിന്റെ തോത് കൂടുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല. പൂട്ടിക്കിടക്കുന്ന ഗ്രാസിംഗ് ഫാക്ടറിയുടെ ഭൂമി കാടുകയറി കിടക്കുകയാണ്. ഇവിടെയാണ് കാട്ടുപന്നികളുടെ താവളം. ഇത് വൃത്തിയാക്കണമെന്ന് പലതവണ കർഷകർ ആവശ്യപ്പെട്ടതാണ്. രാത്രിയായി കഴിഞ്ഞാൽ കൃഷിയിടങ്ങളെല്ലാം തന്നെ കാട്ടുപന്നികൾ കൈയടക്കുന്നു. പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ ശ്രമം നടത്തും. വീണ്ടും കാട്ടുപന്നികൾ തിരിച്ചെത്തി കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, മറ്റുള്ള ചെയ്യുന്നുണ്ടെന്നല്ലാതെ ഒരാളെ പറഞ്ഞയച്ച് രാത്രിയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ശരിക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന സ്ഥലമാണ്. വയലിലാണ് കിടക്കുന്നത് എല്ലാ ദിവസവും. സ്ഥലം പാട്ടത്തിനെടുത്തും കടം വാങ്ങിയുമാണ് കർഷകരുടെ കൃഷി. കഴിഞ്ഞ കുറേ വർഷമായി കൃഷിയിടത്തിൽ നിന്നും ലാഭം ഇവർ പ്രതീക്ഷിക്കുന്നില്ല. ചെലവാക്കിയ പണമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്നു മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതുപോലും നടക്കുന്നില്ല. പലരും ഇതിനെ തുടർന്ന് കടക്കണിയിലാണ്. മാവൂർ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന കർഷകർ ഇപ്പോഴില്ല. കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് കൃഷി തന്നെ ഉപേക്ഷിച്ചു. കൃഷി കൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്നവരാണ് മാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർ. മഴക്കാലമായാൽ വെള്ളപ്പൊക്കം, അല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള കാട്ടുപന്നി ശല്യം.
കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. ഇനി ചുമതലയേൽക്കുന്ന ഭരണസമിതിയിലാണ് ഇവരുടെ പ്രതീക്ഷ. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. യെസ്, നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇടയാറിലെ ആ പാലത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ കുറിക്കുന്നുണ്ട്. രവികുമാർ PB നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: നമ്മുടെ സർക്കാരുകളുടെ അനാസ്ഥയല്ലേ ഇതുപോലുള്ള പാലങ്ങൾ തകരാൻ കാരണം? ജനങ്ങളുടെ ജീവന് ഒരു വിലയും ഒരു സർക്കാരും നൽകുന്നില്ല എന്നാണ് രവികുമാർ അഭിപ്രായപ്പെടുന്നത്. ശരിയാണ്, ഒരുപക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, അത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നതാവും. പക്ഷേ അധികാരികൾ അത് കൃത്യമായ ബോധ്യത്തോടു കൂടി ഇടപെടുന്നില്ല, കാണുന്നില്ല എന്നതാണ് പ്രശ്നം. ഇത് അത്തരത്തിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പോലും ഒന്ന് മനസ്സ് വെച്ചാൽ എളുപ്പം തീർക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നതാണ് വലിയ ചോദ്യം. അത്തരത്തിലൊന്നാണ് ഇനി പറയാൻ പോകുന്ന റിപ്പോർട്ട്. പത്തനംതിട്ട കലഞ്ഞൂരിൽ ഒരു ചപ്പാത്ത് കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. നല്ലൊരു മഴ പെയ്താൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. വലിയപള്ളി കുറ്റുമണ്ണ് റോഡിലെ ചപ്പാത്ത് പൊളിച്ച് ചെറിയ പാലം പണിയണം എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. കാണുമ്പോൾ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഒരു മഴ പെയ്താൽ ഈ മനുഷ്യരുടെ ജീവിതം നരക തുല്യമാണ്. അധികാരികൾക്ക് മുമ്പിൽ പരാതി പറഞ്ഞു മടുത്തു, പക്ഷേ ഒരു പ്രയോജനവുമില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയോട് ചേർന്ന് കടന്നുപോകുന്ന കലഞ്ഞൂർ വലിയപള്ളി കുറ്റുമൺ റോഡിലെ ചപ്പാത്ത് പൊളിച്ച് പാലം പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പഴക്കം ഒരുപാടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ചപ്പാത്തിനടിയിലെ ചെറു പൈപ്പിലൂടെയാണ് വലിയ തോട് കടന്നുപോകുന്നത്. കനത്ത മഴ പെയ്താൽ കൂടൽ രാജഗിരി മേഖലയിൽ നിന്നുൾപ്പെടെ ഒഴുകിയെത്തുന്ന മലവെള്ളവും മാലിന്യവും പൈപ്പിൽ നിറയും. ഒഴുക്ക് തടസ്സപ്പെടും. ഈ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാകും. ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ ചപ്പാത്തിന് മുകളിലൂടെ വെള്ളം കയറി ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെടും. ശക്തമായ മഴയുള്ള സമയത്ത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലേക്കും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും വെള്ളം കയറുന്നത് പതിവെന്നും നാട്ടുകാർ പറയുന്നു. എൻ്റെ നേരെ ബാക്കിലാണ്, ഓവിൻ്റെ താഴ്വശത്താണ് ഈ വീട്. ആ വീട്ടിനകത്ത് രാത്രി കിടന്നുറങ്ങാനൊക്കാത്ത രീതിയിലാണ്. രാത്രി 12 മണിക്കൊക്കെയാണ് മുറ്റത്തൂടെ വെള്ളം കയറുന്നത്. ആ ചെറിയ പാലം ഇട്ടിട്ടുണ്ട്, അതേ കൂടെ ഞങ്ങൾ കയറി പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ പാലം പുതുക്കി പണിഞ്ഞ് കിട്ടണം. ഒരുപാട് വീടുകൾ അക്കരെ കരയ്ക്കോട്ട് ആർക്കും പോകാനൊക്കത്തില്ല. എൻ്റെ ചെറിയ പാലത്തെ കൂടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 10 ഇരട്ടി വെള്ളം ഇതിലെ പോകേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു 1/2 മീറ്റർ പൈപ്പാണ്. 1/2 മീറ്റർ പൈപ്പ് 4 എണ്ണമാണ് ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ വെള്ളം കെട്ടിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന വേസ്റ്റ് മൊത്തം ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഞങ്ങൾ വാരി മാറ്റേണ്ട ഞങ്ങളുടെ ഒരു ജോലിയായിട്ട് മാറ്റിക്കണം. ഞങ്ങളുടെ കൃഷിസ്ഥലം, ഇവിടെ നിന്നുള്ള കൃഷിസ്ഥലങ്ങളൊന്നും കൃഷി ചെയ്യാൻ വയ്യാത്ത രീതിയിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെയും മറ്റ് ജനപ്രതിനിധികളെയും പരാതി അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേസ്റ്റ് വന്ന് അടിഞ്ഞ് പല പ്രാവശ്യം പല അധികാരികൾക്കും പറഞ്ഞിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി പ്രദേശവാസികളുടെ ആശങ്ക അകറ്റണം. ഇവിടെ തൊട്ടടുത്ത ഹോളോബ്രിക്സ് നടത്തുന്ന ഒരു കമ്പനിയുടെ JCB നമുക്ക് കിട്ടുന്നതും വാടകയ്ക്ക് എടുത്തിട്ടാണ് പല പ്രാവശ്യവും നമ്മളിതിൻ്റെ വേസ്റ്റുകൾ കോരി മാറ്റുന്നത്. മനുഷ്യർക്ക് ഇത് കോരി മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് മുൻപ് ഒരു ബൈക്ക് വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട്, ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്. പല ആളുകളും അബദ്ധത്തിൽ ഈ പൈപ്പിനിടയിൽ വന്ന് പെടുകയും കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ഒരു പോത്ത് പൈപ്പിൻ്റെ ഇടയിൽ കയറി അത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം നിരവധി തരത്തിലുള്ള നഷ്ടങ്ങൾ ഈ പൈപ്പ് ഇവിടെ സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് പ്രദേശവാസികൾക്കുണ്ടാകുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും വാക്കു പറഞ്ഞവർ ഒരു ചെറിയ പാലം പണിത് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് ഈ മനുഷ്യരുടെ തീരുമാനം. അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇവരെ ഒന്ന് പരിഗണിക്കണം. ശക്തമായി മഴ പെയ്താൽ തോട്ടിൽ വെള്ളം ഇരച്ചെത്തിയാൽ ആകെ മുങ്ങുന്ന അവസ്ഥയിലാണ് ഈ മനുഷ്യർ. ഇവരാവശ്യപ്പെടുന്നത് ചെറിയൊരു പാലം മാത്രമാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതല സാർ എന്ന പരിപാടി തുടരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് കാറിടിച്ച് പരിക്ക്. മാന്നാർ സ്വദേശിയായ വിജയനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം.
ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ മാന്നാർ സ്വദേശിയുടെ വിജയന്റെ ആരോഗ്യസ്ഥിതി എന്താണ് നിലവിൽ? പ്രജിൻ, ഇന്ന് രാവിലെ 12 മണിയോടുകൂടിയാണ് തിരുവല്ല KR ബേക്കറിക്ക് മുമ്പിൽ ഈ ദാരുണമായിട്ടുള്ള അപകടമുണ്ടായത്. ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വാഹനം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വാഹനത്തിന് അരികെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒപ്പം പോയതാണ് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന വിജയൻ. ഈ സമയത്താണ് വാഹനം മുമ്പോട്ട് വന്ന് വിജയനെ ഇടിച്ചത്. പിന്നീട് ഡ്രൈവർക്ക് നിയന്ത്രണം വിട്ട് ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ ചവിട്ടി വിജയനെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ തിരുവല്ല പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. 70 വയസ്സുകാരനായ വിജയൻ കഴിഞ്ഞ 6 വർഷമായിട്ട് KR ബേക്കറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. മാന്നാർ സ്വദേശിയാണ്. വിജയൻ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നമ്മൾ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച ഇക്കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ ആദ്യ സമയത്ത് ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതേസമയം ബേക്കറി ഉടമയിൽ നിന്ന് അറിയുന്നത് പോലീസ് വന്ന് FIR എടുത്തിട്ടുണ്ടെന്നാണ്. എന്തായാലും അത്യന്തം ദാരുണമായിട്ടുള്ള അപകടമാണ് തിരുവല്ല KR ബേക്കറിയിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ വിശദാംശങ്ങൾ നൽകിയത്. എന്താണ് പറയുക, ഒരു ഡ്രൈവർക്ക് ആക്സിലേറ്ററിന് പകരം ബ്രേക്കിന് പകരം ആക്സിലേറ്ററിലേക്ക് കാൽ പോയതാണെന്ന് പറയുന്നു. എങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? ഒരു ജീവനാണ് ഇപ്പോൾ ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. കോട്ടയം പാല കരൂരിൽ പ്രവർത്തനം പുനരാരംഭിച്ച റബ്ബർ ഫാക്ടറി നാട്ടുകാർക്ക് ദുരിതമാകുന്നു. ഫാക്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന വായുമലിനീകരണം മൂലം സമീപത്തുള്ളവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദുർഗന്ധം പടരുന്നത് പതിവായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. കരൂർ പഞ്ചായത്തിലെ 2-3 വാർഡുകളിലുള്ളവരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ദുർഗന്ധം മൂലം പ്രദേശത്ത് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിയെന്നാണ് ഇവർ പറയുന്നത്. കഥകെല്ലാം ചീത്തയാ. ഓട്ടേക്കൂടെ ഈ മണം കൂടുതൽ കയറുക. സെന്റ് എടുത്തൊഴിക്കുമ്പോൾ ചെറുക്കൻ അപ്പൊ അത് ഇതും കൂടെ ആകുമ്പോഴത്തേനും ഒട്ടും പിടിക്കുന്നില്ല. ഇന്നലെ ആഹാരം കഴിച്ചിട്ടില്ല. ആഹാരം കഴിക്കത്തില്ലാത്തതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം. കിടന്നു ഉറങ്ങത്തില്ല. 7 മണിക്ക് ഇന്നലെ വന്ന മണം 11 മണി രാത്രി വരെ സഹിച്ച് ഞങ്ങൾ ആഹാരം കഴിപ്പേ ഇല്ല. വെച്ചു പോയി കിടന്നു. 10 വർഷത്തിന് ശേഷമാണ് മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള റബ്ബർ ഫാക്ടറി തുറന്നത്. എന്നാൽ യാതൊരു അനുമതികളും ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇത് പൂട്ടിയ ഫാക്ടറിയാണ്. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ 2015 3-ാം മാസം പൊല്യൂഷൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റും എല്ലാം തീർന്നതാണ്. അതിനുശേഷം ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് ഇത് ഒരു ഹിന്ദിക്കാരന് കൊടുത്തേക്കുക. ബാബി ഏതോ പേരിലൊരു ഹിന്ദിക്കാരനാണ് ഇപ്പോൾ നടത്തുന്നത്. 10-16 ഹിന്ദിക്കാരുണ്ട്. ഇവിടെ പേരിന് 3-4 പേർക്ക് പണി കൊടുത്തു. ഇത് നമ്മൾ അന്വേഷിച്ച് നമ്മൾ നിർത്താൻ പറഞ്ഞിട്ട് അവർ പറയുന്നത് എനിക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. നമ്മളെല്ലാം അന്വേഷിച്ച് ഒരു രീതിയിൽ നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൽ കൊടുത്തു, നമ്മൾ DMIക്ക് കൊടുത്തു, കളക്ടർക്ക് കൊടുത്തു. ഈ പൊല്യൂഷൻ കൺട്രോളിലെ മാഡം നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി കൊടുത്തു, ഇത് പൊല്യൂഷൻ ഇവിടെ ഇല്ല, ഇത് നടത്താൻ പറ്റിയാലെന്ന് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു. മുനിസിപ്പാലിറ്റിക്ക് ഞങ്ങൾ ചോദിക്കാൻ പറഞ്ഞത് 1 മിനിറ്റ് മതി ഇവിടെ വന്നത് പൂട്ടിക്കാൻ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പൂട്ടിക്കുന്നില്ല? അതേസമയം അനുമതികൾ ഉണ്ടെന്നും വർഷങ്ങളോളം പൂട്ടിക്കിടന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും സൊസൈറ്റി പ്രതിനിധികൾ പറഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങൾ വരുന്നതോടെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാകുമെന്നും ഇവർ വ്യക്തമാക്കി. എന്നാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാട്ടുകാർ. നാട്ടുകാരുടെ പരാതിയിൽ RDO സ്ഥലത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ഈ പരിശോധനയിൽ നാട്ടുകാർ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തുടർ നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയത്ത് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. നേരത്തെ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ, ഇപ്പോൾ നമ്പർ സ്ക്രീനിൽ തെളിയും. ആ നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയക്കാൻ കഴിയും. ഒപ്പം തന്നെ മറ്റൊരു ഇമെയിൽ ഐ ഡി കൂടിയുണ്ട്. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് വാർത്തകൾ അറിയിക്കാം. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ വീണ്ടും കാണാം. ഇനിയിപ്പോൾ എൻകൗണ്ടർ സമയമാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.